അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ. ആദംസിനോട് പറഞ്ഞിട്ടില്ല, അവരെ നമ്മൾ സ്കൂളിൽ വിട്ടിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഉമ്മയും പിന്നെ എൻ്റെ താത്തായുടെ കുട്ടിയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ടോക്കൺ എടുക്കാൻ നിന്നു. ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ വേഗം ടോക്കൺ എടുക്കാൻ നിന്നിട്ടോ. അങ്ങനെ ഡോക്ടർ എത്തിയിട്ടില്ല കേട്ടോ. എന്നാലും നമ്മൾ ഡോക്ടർ റൂമിൽ കയറി നമ്മുടെ വെയിറ്റും ബി.പിയും ഒക്കെ ടെസ്റ്റ് ചെയ്ത് സ്കാനിങ്ങിനുള്ള ഡിസ്ക്രിപ്ഷൻ വാങ്ങിയിട്ട് നമ്മൾ സ്കാനിങ്ങിൻ്റെ അവിടേക്ക് പോവുകയാണ്. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വേഗം ചെന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തിരുന്നു കേട്ടോ. ഡീറ്റെയിൽസ് എഴുതി കൊടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. അങ്ങനെ നമ്മൾ ബില്ലടക്കാനൊക്കെ പോയി. കുറച്ച് സമയം അവിടെ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻറ്റീനിൽ വന്നിട്ട് കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ വാങ്ങിയിട്ട് അവിടെ തന്നെ ഇരുന്ന് കുടിച്ചു. നമ്മൾ കുടിക്കൽ കഴിഞ്ഞിട്ട് സ്കാനിങ്ങിൻ്റെ അവിടേക്ക് ചെന്നു കേട്ടോ. സ്കാനിങ്ങിൻ്റെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ വേഗം വിളിച്ചു. അങ്ങനെ നമ്മുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വാങ്ങിയിട്ട് നമ്മൾ വേഗം ഡോക്ടർ റൂമിൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നു കേട്ടോ. ഡോക്ടർ വന്നിട്ടുണ്ടാകും വിചാരിച്ചിട്ട് വേഗം ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോഴും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നിരുന്നു. ആ ടൈമിൽ നമ്മൾ കിട്ടിയ റിസൾട്ടൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയിട്ടോ. മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ച് വേഗം ഇറങ്ങി. കറക്റ്റ് നമ്മളൊരു ഉച്ചക്ക് ടൈം കഴിഞ്ഞിരുന്നു കേട്ടോ. നമ്മൾ ഡോക്ടറെ കണ്ട് ഇറങ്ങി നോക്കുമ്പോഴത്തേനും. അങ്ങനെ മോൻകാക വേഗം വണ്ടി എടുത്ത് വരാൻ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ മോൻകാക വണ്ടി എടുത്തിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതും വേഗം ഹോട്ടലിലേക്ക് പോയിട്ടു കേട്ടോ. അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്ന് ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. നമ്മുടെ ആദംസ് വരുന്നതിനേക്കാളും മുമ്പ് നമുക്ക് വീട്ടിലെത്തണം എന്നുള്ളതിലാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വേഗം വീട്ടിലെത്തി. മോനിക്കാക കുട്ടികളെ എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയിട്ട് ഇതാ അവർ വന്നു കേട്ടോ. ഇവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ സർപ്രൈസ് എന്താന്ന്. അപ്പോൾ അതാ ഐസിമോനൊക്കെ അത് ഓടി വരാൻ കേട്ടോ. ബാഗും കിറ്റൊക്കെ വലിച്ചെറിയാണ്. കുഞ്ഞാവ് അതാ കൊട്ട തലയിലൊക്കെ കയറ്റിയിട്ടാണ് കേട്ടോ സ്കൂളിൽ നിന്ന് വരുന്നത്. അപ്പോൾ അവരോട് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ചെറിയൊരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ആസാന നല്ല എക്സൈറ്റ്മെൻറ്റിൽ വേഗം വരികയാണ് കേട്ടോ. അയാനൊക്കെ അതാ സർപ്രൈസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടി വരികയാണ് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.